നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. നാട്ടിലേക്കുള്ള പ്രവാസികളുടെ മടക്കത്തിലെ നിബന്ധനകൾ ഇന്നു മുതൽ നിലവിൽ വരും. സൗദി അറേബ്യയിൽ നിന്നും വരുന്നവർക്ക് PPE കിറ്റ് വേണം. ബഹ്റിനിൽ നിന്നും ഒമാനിൽ നിന്നും വരുന്നവർക്ക് N95 മാസ്കും കയ്യുറയും ഫേസ് മാസ്കുമാണ് വേണ്ടത്. എല്ലാവർക്കും കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് വേണമെന്ന നിബന്ധനയിൽ നിന്നും പ്രതിഷേധത്തെ തുടർന്ന് സർക്കാർ പിന്നോട്ടു പോകുകയായിരുന്നു. കോവിഡ് ടെസ്റ്റ് സൗകര്യമുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്ന എല്ലാ പ്രവാസികളും ടെസ്റ്റ് നടത്തുന്നതിന് ആത്മാർത്ഥമായി ശ്രമിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് കയ്യിൽ കരുതണമെന്നും യാത്രാ സമയത്തിന് 72 മണിക്കൂറിനകത്തായിരിക്കണം കോവിഡ് ടെസ്റ്റ് നടത്തേണ്ടതെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് കയ്യിൽ കരുതിയായിരിക്കണം യാത്രാ സമയത്തിന് 72 മണിക്കൂറിനകത്തായിരിക്കണം ടെസ്റ്റ് നടത്തേണ്ടത്. അതായത് ടെസ്റ്റ് റിപ്പോർട്ടിന്റെ സാധുത 72 മണിക്കൂറായിരിക്കും. എല്ലാ യാത്രക്കാരും COVID-19 ജാഗ്രതാ സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് വിവരം നൽകണം. എത്തിച്ചേരുന്ന വിമാനത്താവളത്തിൽ സംസ്ഥാന ആരോഗ്യ വിഭാഗത്തിന്റെ പ്രോട്ടോകോൾ അനുസരിച്ചുള്ള സ്ക്രീനിങ്ങിന് എല്ലാവരും വിധേയരാകണമെന്നും അദ്ദേഹം അറിയിച്ചു. രോഗലക്ഷണമുള്ളവരെ മാറ്റി നിർത്തുകയും കൂടുതൽ പരിശോധനയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്യും. എല്ലാ രാജ്യങ്ങളിൽ നിന്നും വരുന്നവർ N95 മാസ്കും ഫേസ് ഷീൽഡും കയ്യുറയും ധരിക്കണം. ആന്റിബോഡി പരിശോധന നിലവിലുള്ള UAEയിൽ നിന്നും വരുന്നവർക്ക് കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. ഖത്തറിൽ നിന്നുള്ളവർക്ക് എത്രാസ് മൊബൈൽ ആപ്പിൽ ഗ്രീൻ സ്റ്റാറ്റസ് ആയിരിക്കണം. വിദേശത്ത് ടെസ്റ്റിന് വിധേയമാകാത്ത എല്ലാ യാത്രക്കാരും അവർക്ക് രോഗലക്ഷണം ഇല്ലെങ്കിൽ കൂടി വിമാനത്താവളത്തിൽ എത്തുമ്പോൾ റാപ്പിഡ് ആന്റിബോഡി ടെസ്റ്റിന് വിധേയമാകണം. ടെസ്റ്റിൽ പോസിറ്റീവ് ആകുന്നവർ RT-PCR അല്ലെങ്കിൽ ജീൻ എക്സ്പ്രസ് അതുമല്ലെങ്കിൽ ട്രൂനാറ്റ് ടെസ്റ്റിന് വിധേയമാകേണ്ടതാണ്. ടെസ്റ്റ് ഫലം എന്തായാലും 14 ദിവസം നിർബന്ധിത ക്വാറന്റൈനിൽ പോകണം. കൈകൾ അണുവിമുക്തമാണെന്ന് ഉറപ്പാക്കുന്നതിനായി ഇടയ്ക്കിടെ സാനിറ്റൈസർ ഉപയോഗിക്കണം. ഖത്തറിൽ നിന്നും വരുന്നവർ ആ രാജ്യത്തിന്റെ എത്രാസ് എന്ന മൊബൈൽ ആപ്പിൽ ഗ്രീൻ സ്റ്റാറ്റസ് ഉള്ളവരായിരിക്കണമെന്നും മുഖ്യമന്ത്രി സൂചിപ്പിച്ചു. ഇവിടെ എത്തുമ്പോൾ കോവിഡ് ടെസ്റ്റിന് വിധേയമാകണം. UAEയിൽ നിന്നും വരുന്നവർക്ക് കോവിഡ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. കാരണം രാജ്യത്തിന് പുറത്തേക്ക് വിമാനമാർഗം പോകുന്ന എല്ലാവരെയും UAE ആന്റിബോഡി ടെസ്റ്റിന് വിധേയമാക്കുന്നുണ്ട്. ഒമാൻ, ബഹ്റിൻ രാജ്യങ്ങളിൽ നിന്നെത്തുന്നവർ N95 മാസ്ക്, ഫേസ് ഷീൽഡ്, കയ്യുറ എന്നിവ നിർബന്ധമായും ധരിക്കണം. ഒപ്പം സാനിറ്റൈസറും കരുതണം. സൗദിയിൽ നിന്നും വരുന്നവർ N95 മാസ്ക്, ഫേസ് ഷീൽഡ്, കയ്യുറ എന്നിവ ധരിച്ചാൽ മാത്രം പോരാ, അവർ PPE കിറ്റും നിർബന്ധമായും ധരിച്ചിരിക്കണം. കുവൈറ്റിൽ നിന്നും ടെസ്റ്റ് ചെയ്യാതെ വരുന്നവരും PPE കിറ്റ് ധരിച്ചിരിക്കണം. വിമാനത്താവളത്തിലെത്തിയാൽ ഇരു രാജ്യങ്ങളിലുള്ളവരും കോവിഡ് ടെസ്റ്റിന് വിധേയമാകണമെന്നും അദ്ദേഹം അറിയിച്ചു. ആരോഗ്യ വിഭാഗം അനുവദിച്ചതിനു ശേഷം മാത്രമേ അവർ വിമാനത്താവളങ്ങളിൽ നിന്നും പുറത്തു കടക്കാവൂ എന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.